ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കന്മാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് അഥവാ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ് കേട്ടോ. മക്കളെ റെഡി ആണല്ലോ? ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മറക്കാതെ കൂട്ടുകാർ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേയായിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ കണക്ക് മക്കൾക്ക് പൂർത്തീകരിച്ച് എഴുതാനായിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര്, നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കളുടെ പേരും, സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേരും, ഡിവിഷൻ ക്ലാസ് എന്നുള്ളത് മക്കളുടെ ക്ലാസ്സും ഡിവിഷനും കൃത്യമായിട്ട് മക്കൾ എഴുതി കൊടുക്കുക കേട്ടോ. മിസ് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിന്റഡ് ദി പ്ലേ ഹൗസ്, ഗിവ് കളർ ടു ദി പ്ലേ ഹൗസ്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും എന്ത് ചെയ്തു? അവരുടെ പ്ലേ ഹൗസിന്, കളി വീടിന് ചായം തേച്ചു, അതായത് അതിന് പെയിന്റ് ചെയ്യാൻ അല്ലേ. അപ്പൊ മക്കളടുത്ത് പറഞ്ഞത് അവിടെ തന്നിട്ടുള്ള ഒരു കളി വീടിന് പെയിന്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. മിസ് മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു എക്സാമിന് പോകുന്ന സമയത്തും കളർ പെൻസിൽ നിർബന്ധമായി കയ്യിൽ കൊണ്ടുപോയിക്കോളും മക്കളെ. ഇത്തരത്തില് ചിത്രങ്ങൾ വരയ്ക്കാനും നിറം നൽകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറക്കരുത് മക്കളെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീടിന് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്തു, വീടിന്റെ റൂഫിന് നമുക്ക് ഏത് കളർ കൊടുക്കാം മക്കളെ? ബ്ലാക്ക് വേണ്ട അല്ലെ, നമുക്ക് വേറൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, വീടിന്റെ റൂഫിന് ഈ ഒരു കളർ കൊടുക്കും. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാം കേട്ടോ. മിസ് ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റഫ് ചെയ്ത് കാണിച്ചിരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയിൽ എന്ത് ചെയ്യാ, നിങ്ങൾ കളർ കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്തു, വീടിന്റെ റൂഫിന് നമ്മൾ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ട്, മക്കൾക്ക് ബ്ലാക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ മിസ് കൊടുക്കുന്ന പോലെ ഒന്നല്ല, നല്ല ഭംഗിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ വീടിന്റെ റൂഫിന് ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കളർ കൊടുക്കണ്ട മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം, കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം അല്ലെ. കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത കളർ, ഇനി ബ്ലൂ ആണ് മിസ് സെലക്ട് ചെയ്തത്, ഒരു സ്കൈ ബ്ലൂ കളറാണ്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു പില്ലർ പോലെയുള്ള ഈ ഒരു പോർഷനിലൊക്കെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് കുറെ ഷേപ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലേ. അപ്പൊ ഒരേ ഷേപ്സിലുള്ള പിക്ചേഴ്സിനൊക്കെ മക്കൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ കൊടുക്കാട്ടോ. ഒരേ ഷേപ്പിലുള്ളതിനൊക്കെ സെയിം കളർ കൊടുത്താൽ കുറച്ചും കൂടി ചിത്രം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അട്രാക്റ്റീവ് ആവും. നമ്മളോടിപ്പം അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം തരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഒരേ ഷേപ്പിലുള്ളവയ്ക്ക് എന്ത് ചെയ്യണം, സെയിം കളറ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നമുക്ക് അടുത്തൊരു കളർ സെലക്ട് ചെയ്യാം അല്ലെ. ഇനി നമുക്ക് യെല്ലോ കളർ സെലക്ട് ചെയ്താലോ മക്കളെ? യെല്ലോ കളർ സെലക്ട് ചെയ്തു. വീടിന്റെ ബാക്കി പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ കൊടുക്കാം അല്ലെ. നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഇതാ ഇവിടെയൊക്കെ മിസ് എന്ത് ചെയ്തു, യെല്ലോ കളറാണ്. ഇവിടെ സർക്കിൾ മിസ് ഒഴിവാക്കിയിട്ട് ബാക്കി സെക്ഷനൊക്കെ എന്ത് ചെയ്യാണ്, യെല്ലോ കളറാണ് മിസ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷേപ്സുകളുടെ ചാപ്റ്റർ എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു മക്കളെ? നമ്മുടെ ആദ്യ പാഠഭാഗത്തിലാണ് നമ്മൾ ഷേപ്സുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ നിറം നൽകാനോ രൂപങ്ങളുടെ എണ്ണം എഴുതാനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ കേട്ടോ. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് അതൊക്കെ പരിചയപ്പെടാവുന്നതാണ്.
ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്ത് ചെയ്തു? മിസ് അവിടെ യെല്ലോ കളർ കൊടുത്തു. ഇനി നമുക്ക് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. സർക്കിളിന് കൊടുക്കാനായിട്ട് മറ്റൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ സെലക്ട് ചെയ്യാം. റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾസിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെയൊക്കെയുള്ള സർക്കിൾസിന് മിസ് ചെയ്ത് കളർ കൊടുത്തു? റെഡ് കളറാണ് കൊടുത്തത്. ഇനി അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സർക്കിൾ ഉണ്ടല്ലേ മിസ്? ഇപ്പൊ കളർ കൊടുത്തോണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ട് മക്കളെ? ചെറിയ സർക്കിൾസ് ഉണ്ട്. അപ്പൊ അതിന് മിസ് ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാം. ഓക്കെ, 3 കുഞ്ഞു സർക്കിൾസ് ആണ് ഒരു വലിയ സർക്കിളിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് 3 നമ്മൾ എന്ത് ചെയ്തു? കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കളർ നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫിഗർ എന്ന് പറയുന്നതിൽ ഇതേ രീതിയിലായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ എക്സാമുകൾക്ക് പോകുന്ന സമയത്തും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണേ. ക്ലിയർ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി ആണല്ലോ? നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 കൗണ്ട് ആൻഡ് റൈറ്റ് ഡ്രോ ആൻഡ് മാച്ച്. എന്താ മക്കളെ? കൗണ്ട് ആൻഡ് റൈറ്റ് ഡ്രോ ആൻഡ് മാച്ച് എന്താണ് നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി വരുന്നത്. പ്രവർത്തനം 4 എണ്ണി എഴുതാം വരച്ചു ചേർക്കാം. എന്താ മക്കളെ? എണ്ണി എഴുതാം വരച്ചു ചേർക്കാം എന്നതാണ്. ഇവിടെ നോക്കിക്കേ മക്കളെ, കുറെ പൂക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത് വെച്ചിട്ടുണ്ട് അല്ലെ? പൂക്കളെല്ലാം കോർത്തിട്ട് എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഓരോ മാലയിലുള്ള പൂക്കളുടെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് അതിന് നേരെ താഴെ തന്നിട്ടുള്ള ഈ കോളത്തിൽ മക്കളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നോക്കിക്കേ, ഇവിടെ ഒരു കോളത്തിൽ പൂക്കളുടെ എണ്ണം തന്നിട്ടുണ്ട്. ആ എണ്ണം എത്രയെന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഇനി എത്ര പൂക്കൾ വരയ്ക്കണമോ അത്ര എണ്ണം വരച്ചു ചേർക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആദ്യത്തെ സെറ്റിലുള്ള പൂക്കളുടെ എണ്ണം നോക്കാം അല്ലെ? മിസ്സിനോടൊപ്പം കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. എത്ര പൂക്കൾ ഉണ്ട് മക്കളെ? ഒന്നുകൂടി എണ്ണിക്കേ. 1 2 3 4 5 6. അപ്പൊ മിസ് ഇവിടെ എത്ര എഴുതണം? 6 എന്ന് എഴുതണം അല്ലെ? 6 എന്ന് എഴുതാം. പ്രവർത്തനം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായോ? എങ്കിൽ അടുത്ത സെറ്റ് ഒന്ന് എണ്ണിക്കേ മക്കളെ. 1 2 3 4 5 6 7. ഓക്കെ അല്ലേ? ഒന്നുകൂടി എണ്ണിക്കേ, മലയാളത്തിൽ എണ്ണിക്കേ മക്കളെ. 1 2 3 4 5 6 7. അപ്പൊ ഇവിടെ 6, ഇവിടെ 7 അല്ലെ? ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത സെറ്റ് നോക്കിക്കേ, എത്രയുണ്ട്? മിസ്സിനോടൊപ്പം എണ്ണിക്കേ. 1 2 3 4 5 6 7 8. അപ്പൊ ഇവിടെ നമ്മൾ എത്ര എഴുതണം? 8 എന്ന് എഴുതണം അല്ലെ? 8 എന്ന് എഴുതണം. ഇനി അടുത്തതൊന്ന് നോക്കിക്കേ മക്കൾ. ഇവിടെ നമ്മളോട് ടോട്ടൽ കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 9 തന്നിട്ടുണ്ട്. പക്ഷെ 9 പൂക്കൾ അവിടെ ഉണ്ടോ? നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലെ? 1 2 3 4 5. 5 എണ്ണല്ലേ ഉള്ളൂ മക്കളെ. 5 ഫ്ലവേഴ്സ് അല്ലേ ഉള്ളൂ. എത്ര ഫ്ലവേഴ്സ് വേണം എന്നാ പറയുന്നത്? 9 ഫ്ലവേഴ്സ് വേണം. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫ്ലവേഴ്സ് വരയ്ക്കണം. ഇപ്പൊ 5 അല്ലേ ആയിട്ടുള്ളൂ. എത്ര എണ്ണം വേണം? 6 7 8 9. എത്ര എണ്ണം വേണം? 1 2 3 4. 4 എണ്ണം വേണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഇവിടെ 5 വരെ എണ്ണിയത്. അടുത്ത പൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക മക്കൾ? എത്ര എണ്ണുക? 6 എണ്ണുക. 6. ഓക്കെ, നമുക്ക് അവിടെ ഹിബിസ്കസ് ആ വന്നിട്ടുള്ളത്, ചെമ്പരത്തിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെമ്പരത്തി തന്നെ വരയ്ക്കാനായിട്ട് നോക്കാട്ടെ. മിസ് ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് വരയ്ക്കാം. മക്കള് നല്ല ഭംഗിയിലൊക്കെ എന്ത് ചെയ്യുക? വരയ്ക്കാൻ പറ്റുന്നവർ നല്ല ഭംഗിയിലൊക്കെ ഒന്ന് വരയ്ക്കാം കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ ഇത് എത്രയായി? 6 ആയി. ദെൻ അടുത്തതോ? 1 വരച്ചപ്പോ എന്തായി? 6 ആയി. അപ്പൊ നമ്പർ മക്കൾ അവിടെ എഴുതി കൊടുക്കാട്ടെ. എത്ര വരെ നമുക്ക് വരയ്ക്കേണ്ടത്? എത്ര വരെയാ വരയ്ക്കേണ്ടത്? യെസ്, 9 വരെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ എത്രയായി? 7 ആയി. ദെൻ അടുത്ത ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. അപ്പൊ എത്രയായി മക്കളെ? 8 ആയി. വീണ്ടും മിസ് എന്ത് ചെയ്തു? ഒരു ഹിബിസ്കസ് ഒരു ചെമ്പരത്തിയോടും വരച്ചു. അപ്പൊ എത്ര? 9 ആയി. അപ്പൊ മിസ് എത്ര എണ്ണം വരച്ചു ചേർത്തു മക്കളെ? 1 2 3 4. 4 എണ്ണം വരച്ചു ചേർത്തു. എണ്ണം നമ്മൾ എത്ര എണ്ണാക്കി? 9 ആക്കി അല്ലെ? അപ്പൊ ആദ്യം മുതൽ നമുക്ക് എണ്ണം നോക്കാം. 6 7 8 9. 6 7 8 9. ഇതേ രീതിയിലാണ് നമുക്ക് അവയുടെ എണ്ണം കിട്ടിയിട്ടുള്ളത് അല്ലെ?
അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം മക്കളെ. ആക്ടിവിറ്റി 5 കൗണ്ട് ആഡ് ആൻഡ് റൈറ്റ്. എന്താ മക്കളെ പറഞ്ഞത്? എണ്ണാം, കൂട്ടി എഴുതാം. കൗണ്ട് ആഡ് ആൻഡ് റൈറ്റ്. നോക്കിക്കേ മക്കളെ, പ്രവർത്തനം 5 ആണ്. ഫ്ലവേഴ്സ് കളക്റ്റഡ് ബൈ മനിത. അതായത് മക്കളെ മനിത കളക്ട് ചെയ്തിട്ടുള്ള, മനിതയ്ക്ക് കിട്ടിയിട്ടുള്ള പൂക്കളാണ്. അതുപോലെ ഫ്ലവേഴ്സ് കളക്റ്റഡ് ബൈ കലാമിന് കിട്ടിയിട്ടുള്ള പൂക്കളാണ്. എത്ര ഹിബിസ്കസ്, എത്ര ചെമ്പരത്തി ഉണ്ട് നോക്കിക്കേ മക്കളെ. 1 2 3 4 5 അല്ലെ, 5 ആണുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഫ്ലവർ എത്രയുണ്ട് മക്കളെ? 1 2 3 3 ആണുള്ളത്. ഇനി ഇത് എത്രയുണ്ട് മക്കളെ? 1 ആണുള്ളത്. ഓക്കെ, ഇനി കലാമിന്റെ ഇവിടെ 2 ഉണ്ട്. 1 2 3 4 5 ഇവിടെ 5 ഉണ്ട്. 1 2 3 4 ഇവിടെ 4 ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് അവയുടെ എണ്ണം തന്നിട്ടുള്ളത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അതായത് ഇതേപോലുള്ള പൂക്കളുടെ എത്ര എണ്ണം, ടോട്ടൽ എത്രയാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്രയുണ്ട്? 5 എണ്ണാണുള്ളത്, ഇവിടെ 2 എണ്ണാണുള്ളത്. അപ്പം 5ഉം 2ഉം ചേർന്നാൽ എത്രയാ മക്കളെ? 1 2 3 4 5 6 7. എത്രയാണ്? 7 ആണ്. നോക്കിക്കേ, 5ഉം 2ഉം എത്രയാണ്? 7 ആണ്. 5 and 2 make 7 7. ഇനി അടുത്ത പൂക്കളുടെ എണ്ണാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്ര എണ്ണാണുള്ളത്? 3 എണ്ണാണുള്ളത്. ഇവിടെ എത്ര എണ്ണാണുള്ളത്? 4 എണ്ണാണുള്ളത് അല്ലെ. അപ്പൊ പൂക്കളുടെ എണ്ണം എങ്ങനെ നമ്മൾ കണ്ടെത്തും? 3ഉം 4ഉം അല്ലെ. 3 and 4 make, കൗണ്ട് ചെയ്ത മക്കളെ, 1 2 3 4 5 6 7. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് ടോട്ടൽ എത്രയുണ്ട് എന്നല്ലേ ചോദിച്ചത് മക്കളെ. ഈ ഒരു പൂ ജാസ്മിൻ ഫ്ലവർ, മുല്ലപ്പൂ എത്രയുണ്ട്? ആദ്യത്തെ സെക്ഷനിൽ എത്രയുണ്ട്? 1 ആണുള്ളത്. അവിടെ ഇവിടെ എഴുതുക 1ഉം. അടുത്തതിൽ എത്രയാണുള്ളത്? 5 ആണുള്ളത് അല്ലെ. അപ്പൊ 1ഉം 5ഉം എത്രയാ മക്കളെ? 1ഉം 5ഉം എത്രയാണ്? 5ഉം 1ഉം 6 ആണ്. അപ്പൊ നമുക്ക് 6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് നിർബന്ധമായിട്ട് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് മക്കൾ കാണാം, നല്ല രീതിയിൽ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.